ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ മാസ്റ്റർ ADI 16.6 16 ചാനൽ ഡിജിറ്റൽ മിക്സർ ഓൺ ആയതിൻ്റെ ഡിസ്പ്ലേ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് കാണാം ഫ്രണ്ടിൽ ഒരു USB ഉണ്ട്. അതോടൊപ്പം ഫോൺസ് നമുക്ക് സോളോ ചാനലുകൾ സെലക്ട് ചെയ്തിട്ട് ഫോൺസിൽ കേൾക്കലിൻ്റെയും ഗെയിൻ അല്ലെങ്കിൽ ഓരോ പാരാമീറ്റേഴ്സിൻ്റെയും ഏത് പാരാമീറ്ററാണോ നമ്മൾ ഡിസ്പ്ലേയിൽ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സിൻ്റെ ഗെയിൻ കൂട്ടാനും കുറക്കാനും അതോടൊപ്പം പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ട്. യൂസർ കീസ് നമ്മൾ അസൈൻ ചെയ്യുന്ന യൂസർ കീസ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന യൂസർ കീസ് നമുക്കിവിടെ അസൈൻ ചെയ്യാം. ബ്ലൂടൂത്ത് ഏതെങ്കിലും ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് നമുക്ക് ഇതിലേക്ക് പെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം OTG റെക്കോർഡിംഗ് പ്ലസ് പ്ലേബാക്ക് നമ്മുടെ മൊബൈൽ ഡിവൈസ് ലാപ്ടോപ്പ് പോലെയുള്ള ഡിവൈസുകൾ സെലക്ട് ചെയ്യാം. ലേയേഴ്സ് കീസുകൾ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഓരോ ചാനലിനെയും അല്ലെങ്കിൽ നമ്മുടെ എഫക്ട്സുകളെയും മാട്രിക്സുകളെയും ബസ് ഔട്ട്പുട്ടുകളെയും നമുക്ക് പെട്ടെന്ന് തന്നെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സിംഗിൾ ബട്ടൺ കീസ് കൊടുത്തിട്ടുണ്ട്. 2 എഫക്ട്സ് പ്രോസസ്സറുകളാണ് ഇതിലുള്ളത്. അതോടൊപ്പം 6 മാട്രിക്സ് ഔട്ട്പുട്ടുകളും നമുക്ക് നമ്മുടെ ബസ്സിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. യൂസർ കീസും യൂസർ ലെയേഴ്സ് കീസും അതുപോലെ യൂസർ കീസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മിക്സർ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഓരോ സെപ്പറേറ്റ് ചാനലും നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ വോള്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏത് ചാനലാണോ സെലക്റ്റഡ് ആയിട്ടുള്ളത് ആ വോള്യം നമുക്ക് സെലക്ട് ചെയ്യാം. സ്ക്രീനിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫാഡർ കൺട്രോൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ മെയിൻ ഔട്ട്പുട്ടിലാണോ അതല്ല മറ്റേതെങ്കിലും ബസ് ഔട്ട്പുട്ടിലേക്കാണോ ആ ബസ് ഔട്ട്പുട്ടിൽ ഏത് തരം പ്രോസസ്സർ ഏത് തരം എഫക്റ്റ് വരണം ഗേറ്റ് ആൻഡ് കംപ്രഷൻ ഔട്ട്പുട്ടുകൾ എല്ലാം നമുക്ക് ഇതിൽ വളരെ ഈസി ആയിട്ട് ഒരു സിംഗിൾ ചാനൽ സെറ്റപ്പ് ചെയ്ത് അത് നമുക്ക് മറ്റെല്ലാ ചാനലിലേക്ക് കോപ്പി ചെയ്യാനും വളരെയധികം എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ മെയിൻ ഔട്ട്പുട്ടിൽ ഏത് തരം വരണം എന്നെല്ലാം നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് വേണം അതിൻ്റെ വോളിയം കൺട്രോൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര dB ഔട്ട്പുട്ട് വേണം അത് പ്രീ ഫാഡർ ഔട്ട്പുട്ടാണോ പോസ്റ്റ് ഫാഡർ ഔട്ട്പുട്ടാണോ എന്നുള്ളതെല്ലാം സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ എഫക്ട് പ്രൊസസ്സറിലേക്ക് നമുക്ക് ഇതിനെ സെൻഡ് ചെയ്യാം. ഓരോ ചാനലിനെയും നമുക്ക് എഫക്ട് പ്രൊസസ്സറിലേക്ക് സെൻഡ് ചെയ്യാം. ഇവിടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം 2 എഫക്ട് പ്രൊസസ്സറുണ്ട്. അതുപോലെ നമ്മൾ ഏത് ചാനലാണ് നമുക്ക് ഇൻപുട്ടുകളിൽ വരുന്നത് ഔട്ട്പുട്ടുകൾ വരുന്നത് ഏതെല്ലാം ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ഔട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ വെച്ചുകൊണ്ട് കാണാം. കമ്പ്യൂട്ടറിൽ നിന്നും ഈ മിക്സറിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. ലാൻ കണക്ഷൻ വഴി നമുക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് കിട്ടും. ഡിവൈസിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ പറ്റും. ഓരോ കൺട്രോൾസും നമുക്ക് ഓരോ ചാനൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഗ്രാഫിക്സ് നമുക്ക് ഓൺ പാഡറിന് കൊടുക്കണമെങ്കിൽ ഓൺ പാഡറിന് കൊടുക്കാം. ബസ് മിക്സർ നമ്മൾ 6 ഔട്ട്പുട്ട് ബസ് മിക്സേഴ്സ് ഉണ്ട്. ഈ ബസ് മിക്സേഴ്സിൽ നമുക്ക് ഏതെല്ലാം ഔട്ട്പുട്ടുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൻ്റെ വോളിയം കൺട്രോൾ മറ്റു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് കാണാൻ കഴിയും.